ഹായ് ഹലോ വെൽക്കം ടു ദി ചാനൽ. അറിയപ്പെടാത്തതിനെ അറിയാം. കുട്ടി ഫാക്സിലേക്ക് സ്വാഗതം. ഇന്ത്യ ഇപ്പോൾ ഒരു പിന്നോക്കം നിൽക്കുന്ന രാജ്യമല്ല. ലോകത്തിലെ ചില ലോക നേതാക്കളും ശക്തരായ രാജ്യങ്ങൾക്കുമെതിരെ വേറിട്ട് നിൽക്കുന്നു. സാമ്പത്തിക സ്ഥിരതയും വളർച്ചയ്ക്കും പുറമെ വികസനത്തിന്റെ വിവിധ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്നതും ഇതിനകം പൂർത്തിയാക്കിയതുമായ മെഗാ പ്രൊജക്ട്സ് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. നിലവിൽ ഇന്ത്യൻ സർക്കാർ പ്രവർത്തിക്കുന്ന നിരവധി പദ്ധതികളുണ്ട്. ഇന്ത്യയിലെ ഈ മികച്ച ഫ്യൂച്ചർ മെഗാ പ്രൊജക്ട്സ് സാമ്പത്തിക വികസനത്തിൽ ഇന്ത്യയെ സഹായിക്കും. അതിനാൽ ഇന്ന് കുട്ടി ഫാക്സിൽ ഇന്ത്യയിലെ മികച്ച മെഗാ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ബുള്ളറ്റ് ട്രെയിൻ. മുംബൈക്കും അഹമ്മദാബാദിനും ഇടയിൽ ഓടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ആരംഭിച്ചു. 2020 ഏപ്രിൽ പദ്ധതി ആരംഭിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും നിർമ്മാണത്തിൽ കാലതാമസം ഉണ്ടായിട്ടുണ്ടെങ്കിലും സമീപകാല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് 2027 പദ്ധതി പൂർത്തിയാക്കുമെന്നാണ്. മുംബൈക്കും ഗുജറാത്തിനും ഇടയിലുള്ള 352 കിലോമീറ്റർ പാത 2027 പ്രവർത്തനക്ഷമമാകും. സെൻട്രൽ വിസ്ത. ന്യൂഡൽഹിയിലെ റൈസീന ഹിൽസിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയായ സെൻട്രൽ വിസ്തയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നവീകരണ പുനർവികസന പദ്ധതിയാണ് സെൻട്രൽ വിസ്ത റീഡെവലപ്മെന്റ് പ്രോജക്ട്. അടിസ്ഥാന സൗകര്യങ്ങളുടെ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി പ്രോത്സാഹിപ്പിക്കുക, ഹെറിറ്റേജ് ബിൽഡിംഗ് സംരക്ഷിക്കുക, പൊതു ഇടങ്ങൾ മെച്ചപ്പെടുത്തുക എന്നിവയാണ് ഈ പദ്ധതിക്ക് കീഴിൽ പ്രാഥമിക ലക്ഷ്യം. ഭാരത് മാല. തുരങ്കങ്ങൾ, റോഡുകൾ, ഉയർന്ന കോറിഡോർസ്, മേൽപ്പാലങ്ങൾ, ഇന്റർചേഞ്ചുകൾ, ബൈപ്പാസുകൾ എന്നിവയുടെ വികസനത്തിനും നിർമ്മാണത്തിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ ആൻഡ് ദ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർസ് എന്നിവ ഉൾപ്പെടെ ഇന്ത്യയിലെ ദേശീയ ഇടനാഴികളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന ഭാരത് മാല പ്രൊജക്ടിനെയാണ് എടുത്തു കാണിക്കേണ്ട മറ്റൊരു പ്രധാന മെഗാ പ്രൊജക്ട്. നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഭാരത് മാലയുടെ ഒന്നാം ഘട്ടത്തിന്റെ പണി 2026 അവസാനത്തോടെ പൂർത്തിയാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പദ്ധതിയുടെ മൊത്തം ചെലവും ഇപ്പോൾ 8.5 ലക്ഷം കോടി രൂപയായി ഉയർത്തുന്നു. സാഗർമാല. രാജ്യത്തെ മൊത്തത്തിലുള്ള ലോജിസ്റ്റിക്സ് മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇന്ത്യൻ ഗവൺമെന്റിന് കീഴിൽ നിർദ്ദേശിക്കപ്പെടുന്നതും നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു മെഗാ പ്രൊജക്റ്റാണ് സാഗർമാല. ഈ പദ്ധതിക്ക് കീഴിൽ രാജ്യത്തെ ജലപാതങ്ങളുടെയും തീരദേശങ്ങളുടെയും സാധ്യത വിനിയോഗിക്കാനും പരമാവധി പ്രയോജനപ്പെടുത്തുവാനും രാജ്യത്തിന് മികച്ച മാർഗം ലഭിക്കും. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് പോർട്ട് ബേസ്ഡ് ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യുന്നതിനാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു തുറമുഖത്തു നിന്ന് മറ്റൊന്നിലേക്ക് തടസ്സമൊന്നുമില്ലാതെ കൂടുതൽ വേഗത്തിൽ കാര്യക്ഷമമായും കൊണ്ടുപോകുന്ന ഗുഡ്സിന്റെ കാര്യത്തിൽ. ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർസ്. ഇന്ത്യയിലെ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർസ് ഗുഡ്സ് ട്രെയിനുകൾക്കും അവയുടെ സേവനങ്ങൾക്കുമായി മാത്രം സമീപിച്ചിരുന്ന എല്ലാ ബോർഡ് ഗേജ് ഫ്രൈറ്റ് റെയിൽവേ ലൈൻസിന്റെയും നെറ്റ്വർക്ക് ഉൾപ്പെടുന്നു. ഇന്ത്യയിൽ ഈ മെഗാ പ്രൊജക്ടിന്റെ ഇന്റഗ്രേഷൻ ഗുഡ് ട്രെയിനുകളുടെയും പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുകയും മുഴുവൻ പ്രോസസ്സുകളും വളരെ വേഗത്തിലും അനായാസമാക്കുകയും ചെയ്യുന്നു. The Western Dedicated Freight Corridors, Eastern Dedicated Freight Corridors, East-West Dedicated Freight Corridors, North-South Dedicated Freight Corridors, East Coast Dedicated Freight Corridors and Southern Dedicated Freight Corridor എന്നിവ ഉൾപ്പെടെ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർസിന്റെ 6 പ്രധാന ഭാഗങ്ങളുണ്ട്. ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ. 1350 കിലോമീറ്റർ ദൂരം കവർ ചെയ്യുന്ന 8 പാതകൾ ഉൾക്കൊള്ളുന്നതുമായ നിർമ്മാണത്തിലായിരുന്നു അസസ് കൺട്രോൾഡ് എക്സ്പ്രസ് വേ ആണ് ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ. ഈ എക്സ്പ്രസ് വേ രാജ്യത്തിന്റെ തലസ്ഥാന നഗരമായ ഡൽഹിയെ രാജ്യത്തിന്റെ സാമ്പത്തിക കേന്ദ്രമായ മുംബൈയുമായി ബന്ധിപ്പിക്കും. ഈ പദ്ധതിയുടെ ഫൗണ്ടേഷൻ 2019 മാർച്ച് 8 നടന്നു. എക്സ്പ്രസ് വേയിൽ 8 ലൈൻ ഡിവൈഡ് അവൈലബിലിറ്റി യാത്ര സമയം 24 മണിക്കൂറിൽ നിന്നും 12 മണിക്കൂറായി കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ എക്സ്പ്രസ് വേ പ്രവർത്തനക്ഷമമായാൽ ഭാവിയിൽ കൂടുതൽ വിപുലീകരിക്കാനുമായി ആധുനിക 4 വരി പാതയ്ക്കുമായി ഭൂമി നീക്കിവെക്കും. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ സ്വാധീനം ചെലുത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്യൂച്ചർ മെഗാ പ്രൊജക്ട്സുകളിൽ ഒന്നാണിത്. ചെനാബ് റെയിൽവേ ബ്രിഡ്ജ്. സമുദ്രനിരപ്പിൽ നിന്ന് 358 മീറ്റർ ഉയരത്തിൽ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയർന്ന റെയിൽവേ പാലമാണ് ചെനാബ് റെയിൽവേ പാലം അറിയപ്പെടുന്നത്. ചെനാബ് നദിയുടെ ഏരിയ ഉൾക്കൊള്ളുന്ന ഈ പാലം സ്റ്റീൽ, കോൺക്രീറ്റ് എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ആർച്ച് ബ്രിഡ്ജ് പാലമാണ്. ഇത് ബക്കലിനും കൗരിക്കുമിടയിൽ 42 കിലോമീറ്റർ ദൂരം നീളുന്നു. പാലത്തിന്റെ ബേസ് സപ്പോർട്ട് 2017 നവംബറിൽ പൂർത്തിയായി. അവസാന പാലം 2022 ഓഗസ്റ്റിൽ പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തു. ഈ പാലത്തിന്റെ ഡെക്ക് ഹൈറ്റ് 359 മീറ്ററും മുഴുവൻ പാലത്തിന്റെ നീളം 1315 മീറ്ററുമാണ്. നോർത്തേൺ റെയിൽവേ ആണ് ഈ പദ്ധതി ഏറ്റെടുത്തത്. വലിയ സ്റ്റീൽ ടെറസിൽ നിന്നും രൂപകൽപ്പന ചെയ്ത 2 റിബ്സുകളുള്ള ആർച്ച് ഷേപ്പ് പാലമാണിത്. 5G സർവീസസ് ഒടുവിൽ ഇന്ത്യയിൽ ലഭ്യമാണ്. ഇത് 2022 ഒക്ടോബർ 1 രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഔദ്യോഗികമായി ആരംഭിച്ചു. ഇത് ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസിൽ ലോഞ്ച് ചെയ്യുകയും എയർടെൽ, ജിയോ തുടങ്ങിയ നെറ്റ്വർക്കുകൾ ഇതിനകം തന്നെ അവരുടെ 5G സേവനങ്ങൾ ആരംഭിക്കുകയും കൂടുതൽ ഉപയോഗത്തിനായി അവരുടെ യൂസേഴ്സിന് ലഭിക്കുകയും ചെയ്തു. അതിന്റെ ഇന്റഗ്രേഷൻ ആൻഡ് അവൈലബിലിറ്റി
ആശയവിനിമയത്തിൻ്റെയും നെറ്റ്വർക്കിൻ്റെയും മുഴുവൻ പ്രോസസ്സുകളും കാര്യക്ഷമമാക്കും. പ്രത്യേകിച്ച് ആശയവിനിമയ പ്രശ്നങ്ങൾ വളരെ വ്യാപകമായ ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളിൽ വൻതോതിലുള്ള ഡിജിറ്റലൈസേഷനുള്ള യാത്രയിലാണ് ഇന്ത്യ. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുമായി വരും വരേക്കും സ്റ്റേ ട്യൂൺഡ് അറ്റ് കുട്ടി ഫാക്ട്സ്.